കേരളത്തിൽ എത്ര ന്യൂസ് ചാനലുകളുണ്ട്? ഈ ചോദ്യം സാധാരണ മലയാളിയോട് ചോദിച്ചാൽ ആശയക്കുഴപ്പത്തിലാകും. കാരണം എല്ലാ ന്യൂസ് ചാനലുകളുടെയും പേര് പറയാൻ ഇന്ന് മലയാളിക്ക് കഴിയില്ല. അവരുടെ മനസ്സിൽ എല്ലാ ചാനലുകളുടെയും പേരില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത്രയും ചാനലുകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ചാനലുകൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, മുന്നോട്ട് വരാനും കഴിയും. നിലവിൽ 10 ന്യൂസ് ചാനലുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 ന്യൂസ്, മനോരമ, മാതൃഭൂമി, ന്യൂസ് മലയാളം 24x7, കൈരളി TV, ജനം, ന്യൂസ് 18, മീഡിയ 1. 10 ചാനലുകൾ. കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വാർത്തകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട്. അപ്പോഴാണ് പ്രധാനപ്പെട്ട 2 ചാനലുകൾ കൂടി വരാൻ തയ്യാറായി നിൽക്കുന്നത്. അണിയറയിൽ ഒരുക്കങ്ങൾ തകൃതിയാണ്. അതിലൊന്ന് ബിഗ് ന്യൂസാണ്. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. മറ്റ് പ്രമുഖ ചാനലുകളിൽ നിന്ന് പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ ബിഗ് ന്യൂസിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോഞ്ചിങ് ഉണ്ടാകുമോ അതിനുശേഷമായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ഒരു തീരുമാനം വരാൻ ഉള്ളൂ. കാരണം ആളുകളെ ഇതുവരെയും റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. സമാന്തരമായി, അതാണ് ഏറ്റവും പ്രധാനം, സമാന്തരമായി മറ്റൊരു ന്യൂസ് ചാനൽ കൂടി വരുന്നു. പേര് M5 ന്യൂസ് ലൈവ് എന്നാണ്. M5 ന്യൂസ് ലൈവ്. നേരത്തെ തന്നെ ചാനൽ വരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു, ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അല്പം വൈകിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ അതിനുശേഷമായിരിക്കുമോ ലോഞ്ചിങ് എന്നതേ M5 ന്യൂസ് ലൈവിൻ്റെ കാര്യത്തിലും അറിയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട്. ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ ഓഫീസ് എടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി 2-ാം തീയതി ചീഫ് എഡിറ്റർ ചുമതല ഏറ്റെടുക്കുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ മംഗളം CEO ആയിരുന്നു. അതിനുശേഷം ന്യൂസ് മലയാളം 24x7 CEO ആയി. അവിടെ നിന്നും പടിയിറങ്ങി M5 ന്യൂസ് ലൈവിൻ്റെ ചുമതലക്കാരനായി വരികയാണ് R. അജിത് കുമാർ. ഏറ്റവും ഒടുവിൽ R. അജിത് കുമാർ പ്രവർത്തിച്ചത് ന്യൂസ് മലയാളം 24x7 ചാനൽ തുടങ്ങി ട്രാക്കിൽ കയറ്റി കടുത്ത മത്സരം നടക്കുന്ന ന്യൂസ് ചാനലുകൾക്കിടയിൽ 5-ാം സ്ഥാനത്ത് 6-ാം സ്ഥാനത്ത് ചാനലിനെ എത്തിച്ചതിന് ശേഷമാണ് 5ഉം 6ഉം മാറി നിൽക്കുന്നുണ്ട് ന്യൂസ് മലയാളം 24x7. അവിടെ എത്തിച്ചതിന് ശേഷമാണ് R. അജിത് കുമാർ ന്യൂസ് മലയാളത്തിൻ്റെ CEO പദവി ഒഴിഞ്ഞ് M5 ന്യൂസ് ലൈവിൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുക തന്നെ ചെയ്യും. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ, ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ തുടക്കക്കാർ, ഇവരെയെല്ലാം ഒന്നിച്ച് അണിനിരത്തി വലിയ ഒരു പ്രസ്ഥാനമായി M5 ന്യൂസ് ലൈവിനെ മാറ്റും എന്നാണ് R. അജിത് കുമാർ പറയുന്നത്. സാമ്പത്തികമായി ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും നേരിടാൻ സാധ്യതയില്ലാത്ത കേരളത്തിലെ ഒരു ചാനലാണ് M5 ന്യൂസ് ലൈവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 20,000 കോടി രൂപയുടെ ആസ്തിയുള്ള കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ BLM ആണ് M5 ന്യൂസ് ലൈവിൻ്റെ പിറകിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി യാതൊരു പ്രതിസന്ധിയും നേരിടാൻ സാധ്യതയില്ലാത്ത ചാനലുകളിൽ ഒന്നാണ് M5 ന്യൂസ് ലൈവ് എന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തർക്കിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ M5 ന്യൂസ് ലൈവിന് പ്രവർത്തിച്ച് മുന്നോട്ട് വരാൻ കഴിയും. R. അജിത് കുമാറിൻ്റെ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും പുതുമുഖ മാധ്യമപ്രവർത്തകരുടെ ഊർജ്ജസ്വലതയും ചേർന്ന് M5 ന്യൂസിന് മുന്നോട്ട് വരാൻ കഴിയും എന്നാണ് കരുതുന്നത്. അണിയറ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലോഞ്ചിങ് ഉണ്ടാകും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതല്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, മെല്ലെ തുടങ്ങി മുന്നോട്ട് പോകാം എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ന്യൂസ് ചാനൽ രംഗത്ത് വലിയ കടുത്ത മത്സരമാണ് വരും ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ മത്സരം കടുത്ത മത്സരമാണ് നടക്കുന്നത്. അത് ഒന്നുകൂടി മുറുകും പുതിയ 2 ന്യൂസ് ചാനലുകൾ കൂടി വന്നാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ 2 ന്യൂസ് ചാനലുകളുടെ
പുതിയ ന്യൂസ് ചാനലുകളുടെ പോളിസി എന്തായിരിക്കും എന്നതേ അറിയാനുള്ളൂ.